രണ്ടാമത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ് കൃഷിന്റെ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറോട് കൂടി വിളവെടുക്കാവുന്ന വിധത്തിൽ ഉള്ള കൃഷിയാണ് ആരംഭിക്കുന്നത്. കോഴിക്കാട്ടൊന്നും കിട്ടാനില്ല, വളങ്ങളും കിട്ടാനില്ല. ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്ന നാംധാരി 621 പയറാണ്. നമ്മൾ കുത്തിപ്പട്ടാളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വെക്കാൻ വേണ്ടി തയ്യാറായി. സെറ്റല്ലേ? ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ. അങ്ങനെ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടീച്ചർ കൊണ്ടും മാഷിനെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു തൈ നട്ടിട്ട്. അപ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ പയർ നടാൻ പോവുകയാണ്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ടാണ് വിത്ത് നടിയിക്കുന്നത്. അങ്ങനെ അവരെയൊക്കെ വിളിച്ച് സെറ്റാക്കി പയറായിട്ട് നടന്ന് പാപ്പ അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കി നിർത്തിയേക്കാണ് അവരെ. എല്ലാവരും വിത്ത് നടാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ പാപ്പൻ കുമ്മായൊക്കെ ഇട്ടിട്ട് നമ്മുടെ തട ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും 10 വിത്ത് വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു. പാപ്പനെ ഓരോരോ ചെറിയ കുഴികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് അതിൽ ഇടിപ്പിച്ച്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മത്തനും ചിരങ്ങ അതുപോലെ തന്നെ വെണ്ട അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പയർ നട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പയറാക്കാമെന്ന് കരുതി. അതിൻ്റെ ഇടയിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാലത്തെ മഴ കണ്ടപ്പോൾ വിചാരിച്ച് ഫുൾ മഴയായിരിക്കുന്നു. പക്ഷേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒക്കെ കുറഞ്ഞ അന്തരീക്ഷമൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3-3:30 സമയത്താണ് നമ്മൾ വിത്ത് നടാൻ നിന്നത്. മുന്നേ നമ്മൾ ടീച്ചറെ കൊണ്ടും മാഷിനെ കൊണ്ടൊക്കെ നട്ടത് പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ചെണ്ടുമല്ലിൻ്റെ തൈകളും മുളച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ പാപ്പ ഇപ്രാവശ്യം അത് കവറിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ. അപ്പോൾ മക്കളെ കൊണ്ടൊക്കെ വേഗം നടിയിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരു 6-6:30 ആകുമ്പോൾ സിനിമയ്ക്ക് പോകാമെന്നുള്ളൊരു ചെറിയൊരു പ്ലാനുണ്ട്. നമ്മുടെ മുന്നത്തെ കൃഷി വീഡിയോസ് ഒന്നും കാണാത്തവർ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.